എന്നെക്കാൾ പ്രായത്തിലേറെ ഇളയ ഒരു കൂട്ടുകാരിയുടെ അനുഭവമാണ് ഇന്നത്തെ സുഭാഷിതത്തിന് നിദാനം. അതിമനോഹരിയും മിടുമിടുക്കിയുമാണ് ആൾ. നൃത്തവും സംഗീതവും നാട്യവും ഒക്കെ കൈവശമുള്ളയാൾ. അസാമാന്യമായ നേതൃത്വ പാടവം, ഉന്നത വിദ്യാഭ്യാസ യോഗ്യത, കായാമ്പൂ നിറക്കാരി. ചെറിയ ക്ലാസ്സുകൾ മുതൽ ഈ ഇരുണ്ട വർണ്ണം അവളെ അരങ്ങുകളിൽ നിന്ന് അകറ്റി നിർത്തി. എത്ര പുട്ടിയടിക്കേണ്ടി വരുമെന്നൊക്കെയുള്ള കുത്തുവാക്കുകളാൽ ആ കുഞ്ഞു ഹൃദയത്തെ ചില അധ്യാപകർ മുറിവേൽപ്പിച്ചു. എത്ര കലാബിരുദുണ്ടെങ്കിൽ എന്താ, വെളുത്തിരുന്നാലേ അത് അംഗീകരിക്കപ്പെടൂ എന്ന ചിന്ത ഈ ചെറിയ കുട്ടിയുടെ ഉള്ളിൽ പതിഞ്ഞു. വളർന്നപ്പോൾ അത് ഊട്ടിയുറപ്പിക്കുന്ന വിധത്തിൽ തന്നെയായി തുടരനുഭവങ്ങളും. ഒടുവിൽ വിവാഹിതയായി ആദ്യത്തെ കൺമണിയെ ഉള്ളിൽ ചുമക്കുന്ന കാലമായി. ഉള്ളിൽ ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, തന്നെക്കാൾ വെളുത്തയാളായ ഭർത്താവിന്റെ നിറമെങ്കിലും കുഞ്ഞിനുണ്ടാവണം. മുട്ടിപ്പായി പ്രാർത്ഥന തുടരവേ ഒരു നാൾ മുകൾ നിലയിലെ ഫ്ലാറ്റിന്റെ റോഡിലേക്കുള്ള അടുക്കള ജനാല തുറന്നപ്പോൾ അവൾ ഒരു കാഴ്ച കണ്ടു. താഴെ നിരത്തിലൂടെ ഒരു ആൽബിനോ കുടുംബം നീങ്ങുന്നു. അച്ഛനും അമ്മയും ആൺകുഞ്ഞും. മൂവർക്കും ദേഹമാസകലം, മുടി ഉൾപ്പെടെ തൂവെള്ള നിറം. ആ കാഴ്ച കണ്ട് അവൾ ഞെട്ടിത്തെറിച്ചു. ആ വെണ്മയുടെ അസഹ്യത അവളെ തകർത്തു കളഞ്ഞു. ആ നിമിഷം വെളുത്ത കുഞ്ഞിനായുള്ള പ്രാർത്ഥന, ആഗ്രഹം തന്നെ ഞാൻ ഒഴിവാക്കി എന്നവൾ പറഞ്ഞു നിർത്തി. അത് പറയുമ്പോൾ എൻ്റെ കൊച്ചു കൂട്ടുകാരിയുടെ മുഖത്തെ പ്രകാശം ഞാൻ ശ്രദ്ധിച്ചു. ദൈവം അവളെ തൊട്ട് കാണിച്ചു കൊടുത്തതാണ് ആ കാഴ്ചയെന്ന് അവൾ വിശ്വസിക്കുന്നു. ഞാനും. ലോകം വിലമതിക്കുന്നത് പലപ്പോഴും എത്ര വില കുറഞ്ഞ കാര്യങ്ങളെയാണ്. നാം ധരിക്കുന്ന വസ്ത്രങ്ങളെയും വസിക്കുന്ന വീടിനെയും സഞ്ചരിക്കുന്ന വാഹനത്തെയും നോക്കി നമുക്ക് വിലയിടുന്നവരില്ലേ? കായിൻ പേരിൽ പൂ മതിക്കുന്നോർ എന്നിവ കവി ഇവരെപ്പറ്റി പാടുന്നു. മുല്ലപ്പൂവും പനിനീർപ്പൂവും അവർക്ക് ആസ്വദിക്കാൻ പറ്റില്ല. വിലയുറ്റ ഫലം കായ്ക്കുമെങ്കിലേ ഇവർക്ക് പൂക്കൾ സ്വീകാര്യമാവും. ഇവരുടെ വർഗക്കാർ തന്നെയാവും വെളുത്തിട്ടല്ല എന്നതിനാൽ കുഞ്ഞു മനസ്സുകളെ കീറിമുറിക്കുന്ന വാക്കുകൾ ചൊല്ലിയുന്നത്. ഇവിടത്തെ വെളുവെളുത്ത സുന്ദരികളും സുന്ദരന്മാരും വെള്ളക്കാരുടെ നാട്ടിലെത്തിയാൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. അവരുടെ വർണ്ണം മാത്രം മതി രണ്ടാം കിട പൗരന്മാരായി കണക്കാക്കപ്പെടാൻ. ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് പാടിയ കവി നിറത്തിലും എന്തിരിക്കുന്നു എന്ന് കൂട്ടിച്ചേർക്കേണ്ടതുണ്ടായിരുന്നു, അല്ലേ?